അങ്ങനെ USS ജെറാർഡ് ഫോർഡും കത്തിത്തുടങ്ങി. ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇത് അംഗീകരിച്ചു, കത്തി എന്നുള്ളത്. പക്ഷെ വീണ്ടും ഒരു ട്വിസ്റ്റ് വന്ന്, അതായത് ഈ കത്തിയത് ഇറാൻ്റെ ബോംബ് വീണതുകൊണ്ടൊന്നും അല്ല, ഞങ്ങളുടെ അടുക്കളയിൽ ചെറുതായിട്ടൊന്ന് തീ പിടിച്ചപ്പം ഒരു ഫ്ലോറ് മൊത്തത്തിലായിട്ട് കത്തിപ്പോയി. പിന്നെ അവിടെ നിന്ന് 2 പട്ടാളക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. ഏത്? USS ജെറാർഡ് ഫോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ. ഈവൻ USS എബ്രഹാം ലിങ്കന് സപ്പോർട്ടായിട്ട് വന്ന ഏറ്റവും വലിയ അമേരിക്കയുടെ കപ്പൽ, അടുക്കളയിലെ ചെറിയൊരു തീപിടുത്തം മൊത്തത്തിലൊന്ന് കത്തിപ്പോയി. അതുകൊണ്ട് തന്നെ 2 പട്ടാളക്കാർക്ക് പരിക്കും പറ്റി. ഇറാൻ്റെ മിസൈൽ ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. പട്ടാളക്കാർക്ക് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ശക്തിയോടുകൂടി USS ജെറാർഡ് ഫോർഡ് ഇനിയും യുദ്ധത്തിൽ പങ്കെടുക്കും എന്നുള്ള ഒരു പ്രസ്താവന അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആഹാ, എന്ത് രസം കേൾക്കാൻ. മറ്റൊരു വാർത്ത, അതായത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലെ ഒരു കാല് പോയിട്ട് ICUവിൽ കോമയിൽ കിടക്കുന്ന മുസ്തഫ അലി ഖമേനി ഇന്ന് വന്നിട്ട് പറഞ്ഞു, നീ അടക്കം, അതായത് ഇസ്രായേൽ നീ അടക്കം, അമേരിക്ക നീ അടക്കം, സകല GCC കൺട്രികളെ നിങ്ങളടക്കം ആര് ഞങ്ങളെ തൊട്ട് കളിച്ചോ എല്ലാത്തിനും 8ൻ്റെ പണി വരുന്നുണ്ടെന്ന്. ഏതായാലും കോമയിൽ കിടന്ന ആൾ ഇത്തരത്തിലൊരു പ്രസ്താവന പറയുന്നത് ആരും വിചാരിച്ചിട്ടില്ല. ചിലപ്പം കോമയിൽ കിടന്ന് പ്രേതമായിട്ട് വന്ന് പറഞ്ഞതായിരിക്കാനാണ് ചാൻസ്. അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത്. ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇന്നലെ രാത്രി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മാക്സിമം ആളുകൾ ചാനൽ സപ്പോർട്ട് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റുകളൊക്കെ ചെയ്ത് കാണുക. ചാനൽ മാക്സിമം പണി നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളുടെ അടുത്തോട്ട് എത്തിക്കാം, റീച്ചിൽ വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഏതായാലും നമുക്ക് USS ജെറാർഡ് ഫോർഡ് കത്തിയിട്ടുള്ള ഒരു വാർത്ത കേൾക്കാം. ഇന്നലെ രാത്രിയാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ എക്സ് പോസ്റ്റിൽ അവർ കുറിച്ചിട്ടുണ്ട്. പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സംഭവം ഞങ്ങൾ സമ്മതിച്ചു, തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതായത് തീപിടുത്തം ഉണ്ടായ സമയത്ത് കപ്പലിൻ്റെ അടിയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ തീ കത്തി നശിച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ലോണ്ട്രി റൂമിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സോറി, ഞാൻ അടുക്കള എന്നല്ല തുടക്കത്തിൽ പറഞ്ഞത്, മാറ്റുന്നു. ലോണ്ട്രി റൂമിലാണ് തീപിടുത്തം ഉണ്ടായത്. ലോണ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, കപ്പലിൻ്റെ ലോണ്ട്രി മുറി എന്താണ്, ഇനിയിപ്പം അലക്കുന്ന മുറിയാണോ അതോ ഇനി കപ്പലിന് വേറെ ലോണ്ട്രി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് വല്ലതും ഉണ്ടോ എന്നറിയില്ല. എന്നാലും അവിടെ നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. കുറേ ഭാഗങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിച്ചു. 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 2 സൈനികരും പരിക്ക് അത്ര ഗുരുതരമൊന്നുമല്ല, പക്ഷേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലാണ് അവരിപ്പം ഉള്ളത്. ഇനി ഈ കപ്പലിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. തീയൊക്കെ ഞങ്ങൾ അണച്ചിട്ടുണ്ട്. ഇത് ശത്രുക്കളുടെ ആക്രമണം കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ കപ്പൽ കത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്, ഇസ്രായേലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊരുതിക്കൊണ്ടിരിക്കും എന്നാണ് സെൻട്രൽ കമാൻഡിൻ്റെ സൈഡിൽ നിന്നുള്ള റിപ്പോർട്ടായിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കേട്ടിട്ട് വല്ല സംശയം തോന്നുമോ? അല്ലേ, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ USS എബ്രഹാം ലിങ്കണിലാണ് മിസൈൽ വീണത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ ലിങ്കൻ്റെ ഒരു വർത്താനവും പിന്നെ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു വാക്ക് കേട്ടിട്ടുള്ളത് ലിങ്കൺ കുറച്ച് അപ്പുറത്തോട്ട് 1000-2000 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഞങ്ങൾ ഇറാൻ മാക്സിമം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പം ഇത് പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ലിങ്കൺ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടോ അതോ കടലിൽ മുങ്ങിപ്പോയോ എന്നൊന്നും ആർക്കും അറിയില്ല. ഏതായാലും ഡീറ്റെയിൽസ് പുറത്തു വരും. അതല്ല, ലിങ്കൻ്റെ ഒരു ഭാഗം ലിങ്കം പൊളിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമുക്കും അറിയില്ല. ഏതാണെങ്കിലും കപ്പലിനെ പറ്റി അന്ന് വിവരം കേട്ടതാണ്. പിന്നെ അതിനുശേഷം ഒരു വിവരവും പുറത്തോട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ 12-ാം തീയതിയാണ് അടുത്ത വാർത്ത, USS ജെറാർഡ് ഫോർഡിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത്. നിങ്ങൾ ആലോചിക്കണം, അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ, ഒരേ സമയം 90ഓളം വിമാനങ്ങളെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ വഹിക്കാൻ പറ്റുന്ന കപ്പലുകൾ, ഒരുപാട് 10,000 50,000 ഇപ്പോൾ സൈനികരായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന കപ്പലിലാണ് ഇങ്ങനത്തെ ഒരു തീപിടുത്തം ഉണ്ടായത്. ഏതാണെങ്കിലും ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. ഇത് കാണുന്ന എത്ര ആൾക്കാരായിട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു. കാരണം അമേരിക്ക, ട്രംപ് ഒക്കെ അല്ലേ പറഞ്ഞതില്ലേ, USSൻ്റെ സെൻട്രൽ കമാൻഡൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത്. അപ്പം നമുക്കത് വിശ്വസിച്ചാളോ. പക്ഷേ ഇറാൻ്റെ കാര്യം വളരെ അബദ്ധമാണ്. ഇറാൻ ബോംബിട്ട ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇറാൻ ബോംബിട്ട ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു വീണിട്ട് ആരും മരിച്ചിട്ടൊന്നുമില്ല. ബിൽഡിങ്ങൊക്കെ വെറുതെ അങ്ങോട്ട് പൊളിഞ്ഞു വീണതാണ്. അതല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണം കൊണ്ടൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അമേരിക്കയുടെ എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, അല്ല അമേരിക്കയുടെ ബേസിൽ എത്രത്തോളം മിസൈലുകൾ വീണ് കഴിഞ്ഞാലും, ഇനി ബേസൊക്കെ തകർന്നു കഴിഞ്ഞാലും, ഇനി ബേസിലുള്ള അമേരിക്കൻ പട്ടാളക്കാർ ഓരോന്നായിട്ട് ചത്തുപോയി കഴിഞ്ഞാലും
നമ്മുടെ ട്രംപ് ഒന്ന് പറയും ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളുടെ 2-3 പട്ടാളക്കാരൊക്കെ ഒന്ന് ചെറുതായിട്ട് മരിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3-4 ഫ്ലൈറ്റുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഞങ്ങൾ വെടിവെച്ച് കളിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും പറ്റിയില്ല എന്നാണ് ഈ പറഞ്ഞ യുദ്ധത്തിൽ ഇറാൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സൈനികരും അല്ലെങ്കിൽ അമേരിക്കക്കാരും ഇസ്രായേലികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ USS ജെറാർഡ് ഫോർഡും കത്തിയത് ഇറാൻ്റെ കാരണം കൊണ്ടല്ല, ഞങ്ങൾ സ്വയം ലോണ്ടറിക്ക് തീ വെച്ചതാണ് എന്നാണ് ഇപ്പോൾ സെൻട്രൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ, താഴത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് വന്ന് പറയണം. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഖാംനെ, അതായത് മുസ്തഫ സയ്യിദ് ഖാംനെ ഇന്നലെ വന്നിട്ട്, അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പല പത്രങ്ങളും പറയുന്നുണ്ട് ആള് കോമയിൽ കിടക്കുകയാണ്, ആൾ ഗുരുതരമായിട്ടുള്ള പരിക്കാണ്, ആൾക്ക് എന്താ പറയുക ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ആൾക്ക് ജീവിക്കാൻ പറ്റില്ല, അയാൾ ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഇറാൻ്റെ പരമോന്നത അധികാരം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിയുടെ ഇന്ന് വന്നിട്ടുള്ള പ്രസ്താവനകൾ. ആദ്യ മെസ്സേജാണ് ടു ദ പീപ്പിൾ, അതായത് ഇറാനിലുള്ള ആളുകളോടും പിന്നെ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഓരോരുത്തർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതായിരുന്നു. നമുക്കതിൻ്റെ ഷോർട്ടായിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് സംസാരിക്കാം. നേതൃത്വത്തിൻ്റെ ഏറ്റെടുക്കൽ. തൻ്റെ പിതാവും മുൻ നേതാവുമായിട്ടുള്ള ആയത്തുള്ള ഖാംനെയുടെ മരണശേഷം ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മുസ്തഫ ഖമേനി പറഞ്ഞു. ദൈവത്തിൻ്റെയും ജനങ്ങളുടെയും പിന്തുണയോടുകൂടി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ പ്രതികാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തൻ്റെ പിതാവിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മരണത്തിന് പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ശത്രുക്കൾ തകർക്കുന്നതിന് തുല്യമായ അവരുടെ സ്വത്തുക്കളും നശിപ്പിക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഹോർമോസ് കടലിടുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശത്രുവിനെതിരെ പോരാട്ടത്തിന് ഹോർമോസ് കടലിടുക്ക് അടച്ചിടുന്നത് ഒരു പ്രധാന തന്ത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. യുദ്ധം അവസാനിച്ചാൽ മാത്രമേ ഇത് വീണ്ടും ഞങ്ങൾ തുറക്കൂ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ 15 അയൽ രാജ്യങ്ങളുമായിട്ട് ഇറാൻ നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഉടൻ ഒഴിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തുടരുമെന്നും കൂടെ ഈ ഒരു പ്രസ്താവനയിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രതിരോധ മുന്നണിനെ പറ്റി പറയുകയാണെങ്കിൽ ഗസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രതിരോധ മുന്നണിയെ അദ്ദേഹം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഹൂത്തികളെയും ഹിസ്ബുള്ളനെയും മറ്റ് ഇറാനെ സഹായിക്കുന്ന പ്രതിരോധ അതല്ലെങ്കിൽ ഈ പ്രോക്സി സംഘടനകളെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രസ്താവന വന്നിട്ടുള്ളത്. ഇനി മറ്റ് പ്രദേശങ്ങളിലെ സായുധ ഗ്രൂപ്പുകളെയും കൂടെ അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട്. അതായത് ഇറാഖിലും മറ്റ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അവരെയും കൂടെ പുള്ളി എന്താ പറയുക അവരോട് നന്ദി പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം കൂടായിരുന്നു. ഇനി അത് മാത്രമല്ല നഷ്ടപരിഹാരം, യുദ്ധത്തിന് തങ്ങളുടെ സ്വത്തുക്കളുടെയും ഞങ്ങളുടെ ജനങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ശത്രുവിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ അത് ആവശ്യപ്പെടുന്നുവെന്നും അത് ഞങ്ങൾ ഈടാക്കിക്കൊള്ളാം എന്നും കൂടെ മുസ്തഫ സയ്യിദ് ഖാംനി ഇന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ്, ശക്തമാണ്. അതായത് ഞങ്ങളെ തൊട്ട് കളിച്ച് ഒരുത്തനെ ഞങ്ങൾ വിടാൻ പോകുന്നില്ല, എൻ്റെ പിതാവിനെ ഇല്ലാണ്ടാക്കി ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പേരെ രക്തസാക്ഷികളാക്കി നിങ്ങളായിട്ട് തുടങ്ങി വെച്ച ഈ യുദ്ധം നിങ്ങളായിട്ട് പറഞ്ഞ ഒരു കാരണങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ യുദ്ധം തുടങ്ങിയത് ആ കാരണങ്ങളൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിവിടെ നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഉദ്ദേശവും നിങ്ങൾ നടന്നിട്ടില്ല. അതായത് നിങ്ങളായിട്ട് തുടങ്ങിയ യുദ്ധം നിങ്ങളായിട്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ നഷ്ടപരിഹാരങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഈടാക്കുന്നതായിരിക്കും. മറ്റ് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും അവരെ ഞങ്ങൾ അടിച്ചിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഖാംനെ ഇന്ന് വന്നിട്ട് അല്ലെങ്കിൽ മുസ്തഫ സയ്യിദ് ഖാംനെ ഇന്ന് വന്നിട്ട് ഈ പറഞ്ഞ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള വ്യക്തവും ശക്തവുമായിട്ടുള്ള മുന്നറിയിപ്പുകൾ. ഇനി ഇതിനേക്കാൾ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ടാഡ് സിസ്റ്റങ്ങൾ നമുക്കറിയാം, ഏകദേശം 10ഓളം ടാഡ് സിസ്റ്റങ്ങളും പാട്രിയോട്ട് സിസ്റ്റങ്ങളും ഒക്കെ റഡാറുകളും ഒക്കെ US ബേസുകളിൽ നിന്ന് ഇറാൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. കോടിക്കണക്കിൽ അല്ലെങ്കിൽ മില്യൺ കണക്കിൽ ലക്ഷക്കണക്കിൽ രൂപയുടെ US ഡോളേഴ്സിൻ്റെ സാധനങ്ങളാണ് അടിച്ച് തകർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ദക്ഷിണ കൊറിയയ്ക്ക് കുറച്ച് സംഭവങ്ങൾ കൊടുത്തിരുന്നു. ഒരു 6 ടാഡ് സിസ്റ്റം ഞങ്ങൾ ദക്ഷിണ കൊറിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് US അവിടെ നിന്ന് എടുത്തിട്ട് മിഡിൽ ഈസ്റ്റിലോട്ട് സ്ഥാപിക്കാൻ പോവുകയാണ്. കാരണം ഇവിടുത്തതൊക്കെ തൂഫാനായി. ഇനി ഞങ്ങളുടെ കയ്യിൽ പുതിയ സാധനങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പുതിയ പ്രൊഡക്റ്റുകളില്ല
ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി കൊടുത്തോടത്ത് തൽക്കാലം ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് എന്നും പറഞ്ഞ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുവരികയാണ്. ഇതിനെതിരെ ദക്ഷിണ കൊറിയ ഭയങ്കരമായിട്ട് ഇതിനെതിരെ അപലപിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ കൊണ്ടുവച്ചതായിരുന്നു. ഇത് കൊണ്ടുപോയ കഴിഞ്ഞാൽ ഇനി ഉത്തര കൊറിയ ഞങ്ങൾ ആക്രമിക്കുക എന്നുള്ള പേടിയാണ് ദക്ഷിണ കൊറിയക്ക് അവിടെ ഉള്ളത്. ഏതാണെങ്കിലും സംഭവങ്ങൾ അമേരിക്ക ചെറുതായിട്ടൊന്ന് ഇസ്കിയിട്ടുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അവസ്ഥ നിങ്ങൾ നോക്ക്, അമേരിക്കയുടെ കയ്യിൽ സാധനമല്ല, വെച്ച സാധനമൊക്കെ ഇറാൻ പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് ഇവർ എത്തിയിട്ടുള്ളത്. ഇറാൻ്റെ പ്രത്യാക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതാണ് എന്നുള്ളതിന് ഏറ്റവും ചെറിയായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം താഡ് സിസ്റ്റങ്ങൾ, അമേരിക്കയുടെ പാട്രിയോട്ട് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇറാൻ്റെ ഡ്രോണുകൾക്കും അല്ലെങ്കിൽ മിസൈലുകൾക്കും വളരെ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലായി. ഇതിനേക്കാൾ വലുത് അമേരിക്ക ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയതൊക്കെ ഇറാൻ പൊളിച്ചു പോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത്. അമേരിക്കയുടെ അവസ്ഥ തോറ്റമ്പീട്ടുള്ള അവസ്ഥ. ഇനി ഇന്നും അല്ലെങ്കിൽ ട്രംപും അതുപോലെ നെതന്യാഹും മാറി മാറി വന്ന് നമ്മളോട് പറയില്ലേ, ഇതാ ഞങ്ങൾ ഇന്ന് യുദ്ധം ജയിച്ചു കിട്ടോ, രാത്രി വന്ന് പറയും ഇന്ന് ഞങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഞങ്ങൾ ഇറാനെ തീർക്കും കേട്ടോ. നാളെ രാവിലെ വരുമ്പം ഇറാൻ്റെ ഒരു അല്ലെങ്കിൽ ഇപ്പം 45ാമത്തെ വേവ് ഓഫ് മിസൈൽ തരംഗങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൽ കൊണ്ട് പതിച്ചത്. ഇവർ വന്നത് പറയും ഇറാൻ അവിടെ കൊണ്ട് മിസൈലിടും. ഇവർ നാളെ അത് വന്ന് പറയും ഇറാൻ വീണ്ടും അവിടെ കൊണ്ട് മിസൈലിടും. ഇതേ സ്ഥാനത്ത് ഇറാനിൽ ഒരു ശക്തമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഓരോ ദിവസവും അമേരിക്കയും ഇസ്രായേലും പറഞ്ഞ തീർത്ത് കളഞ്ഞ ഇറാനിന് ദിവസം 100, 200, 300 മിസൈൽ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മുടെ ട്രംപും നെതന്യാഹും തിരിച്ചും മറിച്ച് ഓട്ടിക്കളിക്കുന്ന ഒരു അവസ്ഥ. തോറ്റമ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് വരാം. പക്ഷേ സമ്മതിച്ച് തരൂല നമ്മുടെ നാട്ടിലെ സംഖ്യകൾ. നമ്മുടെ നാട്ടിലെ സംഖ്യക്ക് ഇതൊന്നും പറ്റൂല. അതായത് നമ്മുടെ നാട്ടിലെ സംഖ്യക്ക് കുട്ടികളെ കുട്ടിക്കൊടുത്ത് ജീവിക്കുന്ന, അതിൽ സുഖം കണ്ടെത്തുന്ന ട്രംപിനെയും നെതന്യാഹുവും സ്വന്തം തന്തയായിട്ട് കരുതുന്ന നമ്മുടെ നാട്ടിലെ ചങ്കി വാണങ്ങളുടെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട്. ഇടയിൽ പറഞ്ഞു പോകുന്നതാണ്, കാരണം ചങ്കികളാണ് നമ്മുടെ വീഡിയോയുടെ താഴത്ത് ഒരുപാട് മെസ്സേജുകളും അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പം ആ ചാണക ചങ്കികളോണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇപ്പം ഇറാനിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ലൈക്ക്, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. കാരണം ഒരുപാട് പണി നമുക്കിട്ട് തരാൻ ചങ്കികൾ തന്നെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനി പുതിയ അപ്ഡേറ്റുകൾ വേറെ വല്ലതും ഉണ്ടോ എന്നറിയില്ല. രാത്രി വന്ന അപ്ഡേറ്റുകളാണ് ഞാൻ രാത്രി ചെയ്ത വീഡിയോ രാവിലെ ഷെഡ്യൂൾ ചെയ്താൽ ഇടുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ വേറെ വല്ല അപ്ഡേറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും അത് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.